നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. പ്രതിരോധ സാങ്കേതിക വിദ്യാ വികസനത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ പ്രതിരോധ നയത്തിന് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. അതിനുള്ള തെളിവാണ് ഇന്ത്യയുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ സുപ്രധാന നേട്ടം. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ കുതിപ്പേകുന്ന സ്വകാര്യ പ്രതിരോധ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഡീപ് പ്രൊപ്പൽസ് രാജ്യത്തെ ആദ്യത്തെ 5 kN എയർ ബ്രീത്തിംഗ് റൊട്ടേറ്റിംഗ് ഡിറ്റൻഷൻ എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. DRDOയുടെ പരീക്ഷണ കേന്ദ്രത്തിൽ നടത്തിയ ഹോട്ട് ഫയറിംഗ് പരീക്ഷണത്തിലൂടെയാണ് എഞ്ചിൻ 5 kN ത്രസ്റ്റ് വിജയകരമായി ഉൽപ്പാദിപ്പിച്ചത്. തദ്ദേശീയമായി നിർമ്മിച്ച ഈ പുതിയ എഞ്ചിൻ ചെറുതും എന്നാൽ വളരെ കാര്യക്ഷമവും ശക്തവുമാണ്. ഭാവിയിലെ വേഗതയേറിയ ക്രൂയിസ് മിസൈലുകൾ, ടാർഗറ്റ് ഡ്രോണുകൾ, ആളില്ലാ വിമാനങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കാൻ വഴി തുറന്നേക്കും. IIT മദ്രാസിന്റെ പിന്തുണയോടെ ഡീപ് പ്രൊപ്പൽസ് എന്ന സ്വകാര്യ പ്രതിരോധ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത്. ടെക്നോളജി റെഡിനെസ് ലെവൽ അഥവാ TRL5 വിജയം കൈവരിച്ചതോടെ ഈ സാങ്കേതിക വിദ്യ കേവലം ലബോറട്ടറി പരീക്ഷണങ്ങൾക്കപ്പുറത്തേക്ക് വളരുകയും പ്രായോഗിക തലത്തിൽ തെളിയിക്കപ്പെടുകയും കൂടി ചെയ്തിരിക്കുകയാണ്. ഇനി എന്താണ് റൊട്ടേറ്റിംഗ് ഡിറ്റൻഷൻ എഞ്ചിൻ അഥവാ RDE എന്ന് പരിശോധിക്കാം. സാധാരണ ഗ്യാസ് ടർബൈൻ അല്ലെങ്കിൽ റാംജെറ്റ് എഞ്ചിനുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് RDE പ്രവർത്തിക്കുന്നത്. തുടർച്ചയായ എഞ്ചിൻ കോമ്പൻസേഷന് പകരം, ലളിതമായി പറഞ്ഞാൽ എഞ്ചിനുള്ളിലെ ഇന്ധനം കത്തൽ പ്രക്രിയയ്ക്ക് പകരം എഞ്ചിൻ കമ്പാർട്ട്മെന്റിന് ചുറ്റും തുടർച്ചയായി സഞ്ചരിക്കുന്ന ഡിറ്റനേഷൻ തരംഗങ്ങളിലൂടെയാണ് ഇത് പ്രവർത്തിക്കുക. ഈ സാങ്കേതിക വിദ്യ കൂടുതൽ ഉയർന്ന തെർമോ ഡൈനാമിക് കാര്യക്ഷമത കൈവരിക്കാൻ സഹായിക്കുകയും കുറഞ്ഞ ഇന്ധന ഉപഭോഗത്തിൽ കൂടുതൽ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാനും സാധ്യമാക്കുകയും ചെയ്യുന്നു. അതേസമയം എഞ്ചിന്റെ വലിപ്പവും സങ്കീർണതയും കുറയുന്നതും പ്രധാന നേട്ടമാണ്. റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ എഞ്ചിൻ വികസനത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് സ്ഥിരതയുള്ള കോമ്പൻസേഷൻ പ്രക്രിയ നിലനിർത്തുക എന്നത്. വിജയകരമായ ഹോട്ട് ഫയറിംഗ് പരീക്ഷണത്തിലൂടെ ഈ നിർണായക ഘട്ടം വിജയകരമായി മറികടന്നു എന്നതാണ് ഡീപ് പ്രൊപ്പൽസ് അറിയിക്കുന്നത്. പരീക്ഷിച്ച 5 kN എഞ്ചിൻ വെറും ലബോറട്ടറി മോഡൽ മാത്രമല്ലെന്നും ഭാവിയിൽ വിമാനങ്ങളിലും മിസൈലുകളിലും ഉപയോഗിക്കാവുന്ന പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ പരിശോധിക്കുന്നതിനായി വികസിപ്പിച്ച എഞ്ചിനീയറിംഗ് പ്രോട്ടോടൈപ്പാണെന്നും കമ്പനി വ്യക്തമാക്കുന്നു. 2027 ഡിസംബറോടെ പൂർണ്ണമായും ഫ്ലൈറ്റ് റെഡി എഞ്ചിൻ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും കമ്പനി പറയുന്നു. ഈ സാങ്കേതികവിദ്യ പൂർണ്ണമായി വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ, ഉയർന്ന വേഗതയുള്ള തന്ത്രപ്രധാന ഡ്രോണുകൾ, ടാർഗറ്റ് ഡ്രോണുകൾ തുടങ്ങിയ ചെറുതും ഇന്ധനക്ഷമതയേറിയതുമായ എഞ്ചിൻ ആവശ്യമായ നിരവധി പ്രതിരോധ സംവിധാനങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഉയർന്ന ഇന്ധനക്ഷമതയുള്ള മിസൈലുകളുടെ സഞ്ചാരപരിധിയും ഡ്രോണുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. DRDO ഇതിനകം സ്ക്രാംജെറ്റ് സാങ്കേതിക വിദ്യ, സോളിഡ് റോക്കറ്റ് മോട്ടോറുകൾ, പരമ്പരാഗത ഗ്യാസ് ടർബൈൻ എഞ്ചിനുകൾ തുടങ്ങിയ മേഖലകളിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ എഞ്ചിൻ വ്യോമയാന മേഖലയിലെ ഏറ്റവും പുതിയതും സാങ്കേതികമായി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതുമായ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകളിലൊന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും മാത്രമാണ് സ്ഥിരതയുള്ള റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ എഞ്ചിനുകൾ വിജയകരമായി പരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ഒരു ഇന്ത്യൻ സ്വകാര്യ സ്റ്റാർട്ടപ്പ് ഈ നേട്ടം കൈവരിച്ചതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇനിയും ദീർഘകാല പരീക്ഷണങ്ങളും ഫ്ലൈറ്റ് ട്രയലുകളും വിവിധ പ്രതിരോധ സംവിധാനങ്ങളുമായിട്ടുള്ള സംയോജനം പൂർത്തിയാക്കേണ്ടതുണ്ടെങ്കിലും TRL5 നേട്ടം ഈ സാങ്കേതിക വിദ്യയുടെ യഥാർത്ഥ എഞ്ചിനീയറിംഗ് വികസനത്തിന്റെ നിർണായക ഘട്ടത്തിലെത്തിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യ സ്വന്തം അത്യാധുനിക പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിലേക്കുള്ള പ്രധാന മുന്നേറ്റമായിട്ട് കൂടിയാണ് ഈ പരീക്ഷണ വിജയത്തെ വിലയിരുത്തപ്പെടുന്നത്.